ഇന്ത്യയെ സംബന്ധിച്ച പുതിയ വിവരം ഉടൻ പുറത്തുവിടുമെന്ന് സൂചന നൽകി ഹിൻഡൻബർഗ്. കഴിഞ്ഞ വർഷം അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് വലിയ വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ ഹിൻഡൻബർഗ് ഇത്തരത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾ, വ്യക്തികൾ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുക, അത് വെളിപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ എന്താണ് പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാവുക എന്നത് വളരെ ആകാംക്ഷയോടെയാണ് എനിക്ക് തോന്നുന്നു രാജ്യം കാത്തിരിക്കുന്നത്. എന്താവും അതിലുണ്ടാവുക? മോത്തി, നിലവിൽ എന്തായാലും എന്താണ് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട്, പഠന റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇത് എപ്പോഴായിരിക്കും പുറത്തുവിടുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഹിൻഡൻബർഗ് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ഇന്ന് ഒരു എക്സ് അക്കൗണ്ടിൽ അവരുടെ ഒരു ചെറിയൊരു കുറിപ്പ് മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബിഗ് ന്യൂസ് കമ്മിങ് അപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ ഒരു വെളിപ്പെടുത്തൽ അത് വൈകാതെ ഉണ്ടാകും. അത് ആരെ ഉന്നമിട്ടായിരിക്കും, ആര് ലക്ഷ്യമിട്ടായിരിക്കും, എന്തൊക്കെ ചലനങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലെങ്കിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തമല്ല. പക്ഷേ വൈകാതെ തന്നെ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷമാണ് സമാനമായിട്ട് തന്നെ ഈ അദാനിക്കെതിരെ, അദാനിയുടെ വിദേശത്തുള്ള പല കൃത്രിമത്വം കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു പഠന റിപ്പോർട്ട് അവർ പുറത്തിറക്കി. അത് വലിയ വിവാദമായി. അത് അദാനിയുടെ ഷെയറുകളെ മാത്രമല്ല, ഷെയറുകളെ ബാധിച്ചപ്പോൾ ഏകദേശം $86 ബില്യൺ നഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ പല രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയ തരത്തിലുള്ള തർക്കങ്ങളിലേക്കെല്ലാം വഴിവെച്ച ഒരു പഠന റിപ്പോർട്ടായിരുന്നു, റിസർച്ച് റിപ്പോർട്ടായിരുന്നു ഹിൻഡൻബർഗ് അദാനിക്കെതിരെ പുറത്തുവിട്ടത്. ഇത്തവണ ആർക്കെതിരെയായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഹിൻഡൻബർഗ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം തന്നെയാണ് ഈ അദാനിക്കെതിരെ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിനെതിരെ ഇന്ത്യയിൽ നടപടികൾ ഉണ്ടായത്. പ്രത്യേകിച്ചും സെബി, സെക്യൂരിറ്റീസ് ആൻഡ് തീർച്ചയായിട്ടും എന്താണ് ഇനി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇത് ആരെയാണ് ഉന്നം വയ്ക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് ഹിൻഡൻബർഗിന് പറയാനുള്ളത്? ഒരു ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ്, ഒരു നിക്ഷേപ ഗവേഷക സ്ഥാപനമാണ് US ആസ്ഥാനമായിട്ടുള്ള ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്നത്. നേരത്തെയും ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഓഹരി വിപണിയിലെ ചില തട്ടിപ്പുകൾ എന്ന കാര്യങ്ങളൊക്കെയും ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്താവും ഇനി പറയാനുള്ളത് എന്ന്.